വെൽക്കം ടു വാച്ച് യുവർ സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഹൈഡ്രാഞ്ചിയകളെ പറ്റിയിട്ടാണ് പറയണേ. ഇത് കുറേ ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രാഞ്ചിയ. ഞാൻ നാട്ടിലുള്ളപ്പം ഹൈഡ്രാഞ്ചിയ എന്ന് കേട്ടിട്ടുണ്ട്, ആക്ച്വലി കണ്ടിട്ടുമുണ്ട്. എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ ഒരു ചെടി ഉണ്ടായിരുന്നു, വല്ലപ്പോഴും പൂക്കുന്ന നീല കളർ പൂവുള്ള ആ ടിപ്പിക്കൽ ഹൈഡ്രാഞ്ചിയ. അതേ ഉള്ളൂ ഹൈഡ്രാഞ്ചിയ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇവിടെ വരുന്ന അത്രയും കാലം ഇവിടെ വന്നിട്ടാണ് ഇത്രയും വെറൈറ്റി ഹൈഡ്രാഞ്ചിയ ഉണ്ട്. അതുമല്ല പല കളറിൽ പല ഷേപ്പിൽ ഹൈഡ്രാഞ്ചിയകൾ ഉണ്ടെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ഫ്ലവേഴ്സ് ടു ഗ്രോ, ആബ്സല്യൂട്ട്ലി കെയർ ഫ്രീ എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് ഹൈഡ്രാഞ്ചിയകളെ ലൂസ്ലി 6 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ലൂസ്ലി എന്ന് എടുത്തു പറയുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഗ്രാനുവലായിട്ട് നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ എന്നാലും നമ്മുടെ ഫർദർ ഡിസ്കഷൻ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് എളുപ്പം 6 കാറ്റഗറി എന്ന് പറഞ്ഞിട്ടാണ്. ഫസ്റ്റ് വൺ നമ്മൾ എല്ലായിടത്തും കാണുന്ന മോപ്പ് ഹെഡ് ഹൈഡ്രാഞ്ചിയ. പൂവ് ഇങ്ങനെ റൗണ്ട് ഹെഡ് പോലെ, മോപ്പ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോപ്പ് ചെയ്യുന്ന മോപ്പ് പോലെ ഇരിക്കും. അങ്ങനത്തെ ഹെഡുള്ള ഹൈഡ്രാഞ്ചിയ, നല്ല ബിഗ് ലീഫ് ഹൈഡ്രാഞ്ചിയ എന്നും പറയും. അതിന് നല്ല വലിയ ലീഫാണ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കിലുള്ളതാണ്. ആക്ച്വലി ഈ താമര വന്ന കാരണം എനിക്ക് പൂവ് കാണിക്കാൻ പറ്റണില്ല. അതുമല്ല എനിക്ക് ഭയങ്കര ചൂടായിരുന്നു ഇവിടെ, അത് കാരണം പൂ പലതും ഉണങ്ങിപ്പോയി. ഇതേ ഞാൻ വിത്തിന്ന് സ്റ്റാർട്ട് ചെയ്ത താമരയാണ്. രണ്ടാമത്തെ പൂവാണ് കേട്ടോ, തുറന്നു വരുന്നേ ഉള്ളൂ. ആക്ച്വലി ഇത് 2 ആഴ്ച മുന്നേ ആയിരുന്നു നല്ല ഫുള്ള് ആയിട്ട് പൂത്ത് നിന്നിരുന്നത്. അപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി, പക്ഷെ കുറെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൂവിന്റെ കളർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അസിഡിറ്റി ഓഫ് യുവർ സോയിൽ. ദ മോർ അസിഡിക് ദ സോയിൽ ഇസ് your hydrangea will be blue, whereas alkaline soil ആണെങ്കിൽ എന്റെ ഈ കാണുന്ന പോലെ ഒരു പിങ്കിഷ് ലാവൻഡർ കളർ ആയിരിക്കും. നമുക്ക് സോയിലിന്റെ അസിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സോയിൽ അസിഡിഫയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അത് ഇട്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ മാറും. എൻലെസ് സമ്മർ എന്നാണ് ഇതിന്റെ ഈ വെറൈറ്റി മോപ്പറ്റിന്റെ പേര്. ഇത് ഓൾഡ് വുഡിലും ന്യൂ വുഡിലും ബ്ലൂം ചെയ്യും. ഓൾഡ് വുഡ് ന്യൂ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു കൊല്ലത്തെ ഗ്രോത്ത് കാണുന്നില്ലേ, അതാണ് ഓൾഡ് വുഡ് എന്ന് പറയാം അടുത്ത കൊല്ലം. അതേസമയം നമ്മൾ പുതിയത് അടുത്ത കൊല്ലം വരുന്ന ബ്രാഞ്ചുകളാണ് ന്യൂ വുഡ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ മോപ്പൈഡുകൾ മിക്കതും ഓൾഡ് വുഡിലാണ് ബ്ലൂം ചെയ്യുക. നീക്കോ ബ്ലൂ എന്നൊക്കെ പറഞ്ഞുള്ള വെറൈറ്റി. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സ്പ്രിങ്ങില് ഇതിന്റെ ബ്രാഞ്ചസ് ട്രിം ചെയ്യാൻ പാടില്ല. ബിക്കോസ് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ആ കൊല്ലത്തെ മൊട്ടുകളെ നമ്മൾ കളയായിരിക്കും. അതിന് പകരം ഇത് ബ്ലൂം ചെയ്ത ഉടനെ ട്രിം ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഓൾഡ് വുഡിലും ന്യൂ വുഡിലും ബ്ലൂം ചെയ്യുന്ന ഹൈഡ്രാഞ്ചിയകൾ നമുക്ക് സ്പ്രിംഗിലും ട്രിം ചെയ്യാം, അതിന്റെ സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മോപ്പറ്റ് ഹൈഡ്രാഞ്ചിയ ലൈക്ക് ഓൾ അതർ ട്രഡീഷണൽ ഹൈഡ്രാഞ്ചിയാസ് പ്രിഫർ മോർണിംഗ് സൺ. അപ്പോൾ നമ്മൾ ഇത് ഡെഫിനറ്റ്ലി ഒരു വെസ്റ്റ് സൈഡിൽ ഫുൾ ടൈം ഉച്ചക്കലത്തെ വെയിൽ കിട്ടുന്ന സ്പോട്ടിൽ ഇത് മര്യാദയ്ക്ക് സർവൈവ് ചെയ്യില്ല. അതേസമയം ഫുള്ളി ഷെയ്ഡ് സ്പോട്ട് ആണെങ്കിൽ ഇതിന് പൂക്കൾ വളരെ കുറവായിരിക്കും. എൻ്റെ ഗാർഡനിലെ സോയിൽ ആൽക്കലൈൻ സോയിലാണ്. അതുകൊണ്ട് എൻ്റെ ഹൈഡ്രാഞ്ചിയ നീല കളർ ആയിരിക്കുമല്ലോ, വളരെ റെയറായിട്ട് നീല കളർ ആവുള്ളൂ. ഈ ഒരു പിങ്ക് കളറാണ് എൻ്റെ ഹൈഡ്രാഞ്ചിയകളെല്ലാം. ഈ മോപ്പഹെഡെല്ലാം ആസിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആസിഡിഫയർ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇത്രയും ഒരു ലാവൻഡർ കളർ കിട്ടിയത്. ആക്ച്വലി തുറന്നു വന്നപ്പോൾ നല്ല ബ്ലൂ ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഈ സോയിലിൻ്റെ ഇതനുസരിച്ച് ഇതിൻ്റെ കളർ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. രണ്ടാമത്തത് പാനിക്കിൾ. പാനിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇഷ്ടംമാതിരി ഉണ്ട്. ഇങ്ങനെ ഒരു കോൺ പോലെ ഇരിക്കും അതിൻ്റെ പൂവ്. അതാണ് പാനിക്കിൾ എന്ന് പറഞ്ഞത്. ഒരു പാനിക്കിൾ പോലെ ഇരിക്കും അതിൻ്റെ പൂവ്. അതിൻ്റെ ഇലകൾ മറ്റേ വെച്ചേക്കാട്ടിൽ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അതിന് കുറേം കൂടി വെയിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ആദ്യത്തെ പാനിക്കിൾ ഹൈഡ്രാഞ്ചിയ. സ്ട്രോബെറി വാനില ഹൈഡ്രാഞ്ചിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾക്ക്, ഭയങ്കര ഇടിവെട്ടലും മിന്നലും ഒക്കെ ആയിട്ട്. അതിൽ മഴയത്ത് എല്ലാം കൂടി ഡ്രൂപ്പ് ചെയ്ത് താഴെ വന്ന് കിടക്കുകയാണ്. കാരണം ഇതിന്റെ ലുക്ക് ഒത്തിരി പോയി. പക്ഷെ ഇത് ഇങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞ മാസം. നിറച്ച് വന്നിട്ടുണ്ട്. ഇത്തവണ വെച്ചാൽ ഞാൻ സ്പ്രിംഗിൽ ഇത് വെട്ടിക്കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഫുൾ സണ്ണിൽ പ്ലാന്റ് ചെയ്യാൻ പറ്റും. സ്ട്രോബെറി വാനില എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട്സ് ഔട്ട് ആസ് വൈറ്റ്, പിന്നെ ടെമ്പറേച്ചർ കുറയും തോറും ഫോൾ ആവും തോറും ഇത് ശരിക്കും ഒരു സ്ട്രോബെറി ഐസ്ക്രീം കോണില്ലേ അതിന്റെ കളർ. തുടക്കത്തിലൊക്കെ ലൈറ്റ് വെള്ള, പിന്നെ ലൈറ്റ് പിങ്ക്, പിന്നെ ഡാർക്ക് പിങ്ക്, അതായിരിക്കും ഇതിന്റെ കളർ. എൻ്റെ അടുത്തുള്ള അടുത്ത പാനിക്കൽ ഹൈഡ്രാഞ്ചിയ ഇതാണ്. ബോബോ എന്ന് പറയും. ഇത് അഗൈൻ പാനിക്കൽ ആണ്, പക്ഷെ ചെറിയ ചെറിയ കൊലകളാണ്, പൂക്കളും ചെറുതാണ്. ഇത് ആക്ച്വലി വെള്ള കളർ പൂവായിട്ട് തുടങ്ങിയിട്ട് ലൈം കളറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതും ടിപ്പിക്കൽ പാനിക്കൽ ഹൈഡ്രാഞ്ചിയ പോലെ തന്നെ മറ്റേ മോപ്പറ്റിനെക്കാട്ടിലും കൂടുതൽ സണ്ണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിന്. ഇതിന്റെ ഹൈറ്റ് ഇത്രേ വരുള്ളൂ, ഇതിൽ കൂടുതൽ വരില്ല. സ്പ്രെഡും ഇത്രയും തന്നെ വരുള്ളൂ. ഇത് എൻ്റെ അടുത്തുള്ള ഒരു പാനിക്കൽ ടൈപ്പ് ഹൈഡ്രാഞ്ചിയ ആണ്. ഇത് ലൈം ലൈറ്റ് എന്ന് പറഞ്ഞ ഹൈഡ്രാഞ്ചിയാണ്. എനിക്ക് തോന്നുന്നു ടാഗിങ് മാറിക്കിടന്നിരുന്ന ഒരു ഹൈഡ്രാഞ്ചിയാണ്. ഞാനിത് ലിറ്റിൽ ലൈം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്.
ഇത് ലിറ്റിൽ ലൈമൊന്നുമല്ല, ലിറ്റിലൊന്നുമല്ല, അത് കണ്ടില്ലേ അതിൻ്റെ വലിപ്പം ഓൾമോസ്റ്റ് ലൈക്ക് സി എൻ്റെ മുഖത്തിൻ്റെ അത്രയും വലുതാണ് ഇതിൻ്റെ ഈ ഒരു പാനിക്കിൾ എന്നാണ് പറയുക. എല്ലാ പൂവും ഇത്രയും തന്നെ സൈസാണ്. ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല. നല്ലൊരു ലൈം കളറാണ് ഇത്. ആക്ച്വലി ഇറ്റ്സ് റിയലി ബിഗർ. അപ്പോൾ ഈ സ്പോട്ടൊന്ന് മാറ്റാൻ വേണ്ടിയൊന്നും ഇങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും എനിക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈം കളർ പൂവാണ്. ഇതിൽ ബഡൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ തുടങ്ങുമ്പോൾ നല്ല ലൈറ്റ് ഗ്രീനാണ്, പിന്നെ കുറേശ്ശെ അത് വെള്ള ആയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇത് വെള്ളയുടെ സ്റ്റേജാണ്. ഇവിടെ ലൈം ഗ്രീനാണ് കൂടുതലുള്ള. ഇതിൽ ലൈം ഗ്രീൻ മാറി മുകളിൽ വെള്ള ആയിക്കൊണ്ടിരിക്കുന്നു ഈ കോണ്. ഇതിന് നന്നായിട്ട് ഫുൾ സൺ സഹിക്കാൻ പറ്റും. ഇൻ ദ സെൻസ് നമ്മുടെയൊക്കെ ക്ലൈമറ്റിൽ ടെക്സസ് പോലത്തെ ചൂടുള്ള സ്ഥലങ്ങളിൽ പറ്റുമോ എനിക്കറിയില്ല. അതുമല്ല, ഇത് ഓൾഡ് ഗ്രോത്തിലും ന്യൂ ഗ്രോത്തിലും പൂവുണ്ടാവും. മൂന്നാമത്തെ ടൈപ്പ് ഓക്ക് ലീഫ് ഹൈഡ്രാഞ്ചിയ. ഇത് US കാനഡ ഏരിയകളിൽ നേറ്റീവായ ഒരു ഹൈഡ്രാഞ്ചിയാണ്. ഓക്ക് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ലീഫിൻ്റെ അതേ ഷേപ്പാണ് ഇതിൻ്റെ ഇലയ്ക്ക്. അതാണ് അതിൻ്റെ പ്രത്യേകത. എൻ്റെ ബാക്കിലെ ഹൈഡ്രാഞ്ചിയ നിങ്ങൾ പലതവണ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ കുറച്ച് നാൾ മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കംപ്ലീറ്റ്ലി മാറി. ഈ ഹൈഡ്രാഞ്ചിയ സമ്മർ തുടങ്ങുമ്പോഴേക്കും പൂത്തു തുടങ്ങും. ബാക്കിയുള്ള ഹൈഡ്രാഞ്ചിയകളെക്കാട്ടിലും നേരത്തെ തന്നെ പറയാം. മോപ്പഡ് ആയിരിക്കും പിന്നെയും കുറേശ്ശെ ആ സമയത്ത് തുറന്നു വരാൻ സാധ്യതയുള്ളത്. പക്ഷെ ബാക്കിയുള്ള പാനിക്കളൊന്നും അത്ര നേരത്തെ തുറക്കില്ല. പൂവ് തുടങ്ങുമ്പോൾ ഈ കോണിക്കൽ ഷേപ്പ് ഉണ്ടല്ലോ, അതിന്റെ അറ്റത്ത് ഒരു ലൈം കളറും പിന്നെ വെള്ളയുമാണ്. എന്റെ പണ്ടത്തെ ഒരു വീഡിയോയിലെ കുറച്ച് ക്ലിപ്പിംഗ് ഞാൻ നിങ്ങൾക്ക് തുറന്നു വരുന്ന സ്റ്റേജിൽ ഫുൾ ബ്ലൂം സ്റ്റേജിൽ ഉള്ള വീഡിയോ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. സമ്മർ പ്രോഗ്രസ് ചെയ്യുന്തോറും ഇതിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ആ വെളുത്ത് കണ്ട വലിയ പൂക്കള് കുറേശ്ശെ പിങ്ക് ആവും. പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിന്റെ അടിഭാഗമാണ് പിങ്ക്. കണ്ടോ, അപ്പം മോളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് ആ ഒരു കൊലയുടെ മോളിൽ നിന്നുള്ള ഷോട്ട്. ഇത് എന്നിട്ട് ഗ്രാജുവലി ഒരു ഉണക്ക കളറാവും. അതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. ഇത് ഷെയ്ഡ് ലവിങ് ഹൈഡ്രാഞ്ചിയ ആണ്. അതുമല്ല, പാനിക്കിൾ എന്ന് പറയാൻ നീണ്ട ഒരു പൂവാണ്. പക്ഷെ അതിൽ നമ്മൾ ടിപ്പിക്കലി കാണുന്ന പൂവും വലിയ പൂക്കളും ചെറിയ പൂക്കളും രണ്ടും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ടിപ്പിക്കലി വിചാരിക്കും ഇതാണ് പൂവെന്ന്. ഇതല്ല പൂവ്, ഇത് പൂവിൻ്റെ ഔട്ടർ ഉള്ള സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് പൂവ്. പൂവൊക്കെ പോയി ഇപ്പോൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഫോൾ ആകുമ്പോൾ നല്ല ഡീപ്പ് റെഡ് കളറാണ്. അപ്പോൾ ഇലയും ആക്ച്വലി നല്ല ഭംഗിയുള്ള ഒരു ഹൈഡ്രാഞ്ചിയാണ്. നാലാമത്തത് ആർബോറസെൻസ് അല്ലെങ്കിൽ സ്മൂത്ത് ഹൈഡ്രാഞ്ചിയ. ഈ ആർബോറസെൻസ് എന്ന് പറയുന്ന ഹൈഡ്രാഞ്ചിയും US കാനഡ ഏരിയകളിൽ നേറ്റീവ് ആണ്. ഇതിന് വെളുത്ത പൂക്കളുണ്ടാവുക, ഉരുണ്ട് ഓൾമോസ്റ്റ് മോപ്പറ്റ് പോലെ, പക്ഷെ ചെറിയ ചെറിയ പൂക്കളായിരിക്കും അതിൻ്റെ ഇൻഡിവിജ്വൽ പൂക്കൾ. മൊത്തം കൊലയുടെ കാര്യമല്ല പറയുന്നത്. ഇലയും മോപ്പറ്റിൻ്റെ സിമിലർ ടു ഇറ്റ് ലുക്കിൽ, പക്ഷെ ചെറുതാണ്. ഭയങ്കര വേലായിപ്പോയി. ഈ ഹൈഡ്രാഞ്ചിയ നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട് എൻ്റെ പല വീഡിയോയിലും. ഇത് ഇൻക്രെഡിബിൾ. എൻ്റെ ഇതേപോലെ തന്നെ അപ്പുറത്തുറന്നൊഴിക്കുന്നത് ആനബൽ എന്ന് പറയും. രണ്ടും ആർബോറസൻസ് ആണ്. വെള്ളയായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ലൈറ്റ് പച്ചയായി. എല്ലാം ഉണങ്ങുന്ന സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വെയിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. നമുക്കിവിടെ ആക്ച്വലി ഒരു മാസമായിട്ട് വെയിലായിരുന്നു. അതാണത് കരിഞ്ഞ് വരുന്നത്. ഇത് ഡെഫിനറ്റ്ലി നല്ല സ്റ്റേഡിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സ്റ്റെമ്മിനും അറിഞ്ഞു വീഴിലാണ്. ബിക്കോസ് യു ക്യാൻ സീ ഇതിന് കുറേയും കൂടി അതിൻ്റെ വെയിറ്റ്, പൂവിൻ്റെ വെയിറ്റ് കാരണം ഇതിങ്ങനെ മുന്നോട്ടായുന്നുണ്ട് മഴയത്ത് വെയിലും കൊണ്ടിട്ട്. അതാണ് ആനബെൽ. അതുമല്ല, അതിനെക്കാട്ടും ചെറിയ പൂവാണിത്. ഒരേ ടൈപ്പ് തന്നെയാണ്. ഇതിൽ നിന്ന് ഒരു ഹൈബ്രിഡൈസ് വേർഷൻ, ഇംപ്രൂവൈസ് വേർഷനാണ് അത്. പിന്നത്തെ ടൈപ്പ് നമുക്ക് പിന്നെ ഉള്ളത് ലേസ് ക്യാപ്പ് ഹൈഡ്രാഞ്ചിയ. ഈ ലേസ് ക്യാപ്പ് ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോപ്പറ്റിൻ്റെ അല്ലെങ്കിൽ മാക്രോഫില എന്നാണ് അതിൻ്റെ ബിഗർ വെറൈറ്റിയുടെ പേര്. മാക്രോഫില തന്നെയാണ്. ഇലയൊക്കെ വെരി സിമിലർ ആണ്. പക്ഷെ പൂവ് ലേസ് പോലെ. ആക്ച്വലി ഇവിടുത്തെ ഹൈഡ്രാഞ്ചിയയിൽ പൂവൊന്നും കാണുന്നില്ലെങ്കിലും ഇത് എൻ്റെ ലേസ് ക്യാപ്പ് ഹൈഡ്രാഞ്ചിയ ആണ്. ഇത് കഴിഞ്ഞ കൊല്ലം നന്നായിട്ട് പൂത്തു. ഈ വെറൈറ്റിയുടെ പേര് വെഡ്ഡിംഗ് ഗൗൺ എന്നാണ്. നേരത്തെ മറ്റേ ഓക്ക് ലീഫ് ഹൈഡ്രാഞ്ചിയ പറഞ്ഞ പോലെ തന്നെ വലിയ പൂക്കളും ചെറിയ പൂക്കളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ ചെറിയ പൂക്കൾ ഭയങ്കര പോളിനേറ്റർ അട്രാക്ട് ആണ്. വെച്ചാൽ വലിയ പൂക്കൾ സാധാരണ പോളിനൊന്നും ഇല്ലല്ലോ. അത് കാരണം ജനറലി നമ്മുടെ മോപ്പറ്റ് ഹൈഡ്രാഞ്ചിയ വലിയ പോളിനേറ്റർ അട്രാക്ടർ ആയിട്ടൊന്നും കൂട്ടില്ല. ഈ ലേസ് ക്യാപ്പ് ഹൈഡ്രാഞ്ചിയ നല്ല പോളിനേറ്റർ അട്രാക്ടർ ആണ്. ആ ചെറിയ പൂക്കളുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷെയ്ഡായിപ്പോയി. ഇതിന് ഇവിടെ വെളിച്ചം കിട്ടുന്നില്ലാണ്. അപ്പം ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് ബ്രാഞ്ചസ് വെട്ടണം, ഈ മരത്തിൻ്റെ കുറച്ച് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥലം മാറും. ഞാൻ അടുത്തോളം നോക്കും ഇതെങ്ങനെയാണെന്ന്. ഒരൊറ്റ മൊട്ടുമില്ല. ഇതും ന്യൂ വുഡിലും ഓൾഡ് വുഡിലും പൂക്കണ്ടാണ്. അത് കാരണം പൂ ശരിക്കും വരണ്ടാണ് ന്യായത്തിന്. എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ ഇതിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലാണ്. ഏറ്റവും ലാസ്റ്റ് ഹൈഡ്രാഞ്ചിയ ക്ലൈംബിംഗ് ഹൈഡ്രാഞ്ചിയ. അത് ഒരു വൈൻ പോലെ
മരത്തിൽ ക്ലൈംബ് ചെയ്യുന്നതാണ്. ഈ ക്ലൈംബിംഗ് ഹൈഡ്രാഞ്ചിയ മാത്രമേ എൻ്റെ അടുത്ത് ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടിന്റെ ക്ലൈംബിംഗ് ഹൈഡ്രാഞ്ചിയ ആണ്. ഇത് നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കണം, ബിക്കോസ് വൈൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ പലവണയും കേട്ടിട്ടുണ്ട് നമ്മുടെ വീടിന്റെ മുകളിലൊക്കെ ഇതിനെ പടർത്തി കഴിഞ്ഞാൽ ചുമരിനൊക്കെ കേടുവരുന്നു. എൻ്റെ ഫ്രണ്ട് ഒരു ട്രീയുടെ മുകളിലേക്ക് വിട്ടേക്കാണ്. ഇതിന്റെ പൂവ് ലേസ് ക്യാപ്പിന്റെ ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞില്ലേ നേരത്തെ കാണിച്ച, അതിന്റെ പോലത്തെ പൂവാണ്. പക്ഷെ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൂക്കളാണ് മെജോറിറ്റി, വലിയ പൂക്കൾ ഇടയ്ക്ക് അവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് എൻ്റെ ഫ്രണ്ടിന്റെ പൂത്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമോ ഇത്ര ടൈപ്പ് ഹൈഡ്രാഞ്ചിയ ഉണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഈസി കെയർ പൂവാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്യേണ്ട ഒരാവശ്യമില്ല, അൺലെസ് യു വോണ്ട് ടു കൺട്രോൾ ദ സൈസ്. അപ്പം നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻ ഡൗട്ട് വാട്ട് ടൈപ്പ് ഓഫ് ഹൈഡ്രാഞ്ചിയ യു ഹാവ്, ഡോണ്ട് പ്രൂൺ ഇറ്റ്, ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. എന്തായാലും പൂ വരും. നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ ടൈപ്പ് ഹൈഡ്രാഞ്ചിയ ഉണ്ട് അതൊന്ന് നിങ്ങൾ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.